വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മളൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്നത്തെ വ്ളോഗിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവക്കുട്ടിക്ക് സ്കൂളുണ്ട്, അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 5 o'clock ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഇടയായിട്ട് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ഒക്കെയാണ് നിന്നിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഫീൽ ചെയ്യും. എൻ്റെ കാര്യമാണ് കേട്ടോ, എൻ്റെ പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, നോർമലി എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് രാവിലെ ഞാൻ ഉറക്കം എഴുന്നേൽക്കുന്നത് അമ്മയുടെ നാമജപവും ഈ ചന്ദനത്തിരിയുടെ മണമൊക്കെ സ്മെൽ ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ എനിക്ക് അതും കൂടി ഇങ്ങനെ മിസ് ചെയ്യാണ്ടിരിക്കാനും കൂടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എണീറ്റ പാടെ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മളിങ്ങനെ കുറേ നേരം നിൽക്കേണ്ടതാണല്ലോ. അപ്പോൾ അതിനൊരു ചെറിയൊരു എനർജി പോലെ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ രാവിലത്തെ പണികളിലോട്ട് കടന്നിട്ടുണ്ട്. ഇന്ന് ഇവക്കുട്ടിക്ക് കൊടുത്ത് വിടുന്നത് പൂരിയും കടലക്കറിയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. മീൻവെയിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇവക്കുട്ടിക്കിപ്പോൾ ഞാൻ ലഞ്ചിന് കൊടുത്തു വിടുന്നത് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് തന്നെ ആയിരിക്കും. കാരണം കുറച്ചൊന്ന് കംഫർട്ടബിൾ ആയതിനു ശേഷം ലഞ്ച് ചോറൊക്കെ കൊടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാര്യം ഇപ്പോൾ അവൻ തനിയെ സ്പൂണൊക്കെ വെച്ച് സ്കൂളിൽ ഒറ്റയ്ക്ക് കഴിക്കുകയാണല്ലോ, ആരും ഫീഡ് ചെയ്യാനൊന്നും ഇല്ല. അപ്പം കുറച്ച് കംഫർട്ടബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അവരുടെ കംഫർട്ടബിൾ ആണല്ലോ നമ്മുടെയും പ്രയോറിറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഈസി ആയിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കോടയൊക്കെ കണ്ടിട്ട് വന്നു. ഞാൻ കടലക്കറി ഉണ്ടാക്കുമ്പോൾ കടലക്കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഈസി മെത്തേഡാണ്. പുഴുങ്ങി വെച്ചേക്കുന്ന കടലയിൽ നിന്ന് തന്നെ ഒരല്പം എടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് അത് നമ്മുടെ ഈ കറിയിൽ ഗ്രേവിയിലൂടെ ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചേർത്തതിന് ശേഷം കുക്കറിലിട്ട് ഒരു വിസിലും കൂടി അടിക്കും കേട്ടോ. അപ്പോഴാണ് ആ ഗ്രേവി നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഉള്ളിയൊക്കെ നല്ല ഉടഞ്ഞ് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇത് ആക്ച്വലി എൻ്റെ അമ്മ ഫോളോ ചെയ്തിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവക്കുട്ടിയുടെ പൂരിക്കുള്ളതൊക്കെ ഒന്നിങ്ങനെ പരത്തി വെക്കുവാണ്. ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പരത്തുന്നത്. കൗണ്ടർ ടോപ്പ് നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഓരോ പണികൾ കഴിയുമ്പോഴും ഞാൻ അപ്പോഴപ്പോഴായിട്ട് തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് അവസാനം ഹെഡേക്കായിട്ട് തോന്നില്ല ഈ അടുക്കളപ്പണി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും പുറത്ത് നല്ല അടിച്ച് തിമിർത്ത് മഴ പെയ്യുന്നത്. അപ്പോൾ വേഗം പോയി ആ മഴയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഞാൻ ഇവക്കുട്ടീനെ ഉണർത്താനായിട്ട് പോയി. ഇവക്കുട്ടി നല്ല പുതച്ച് മൂടി കിടക്കുകയാണ്. നല്ല തണുപ്പാണല്ലോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് മഴ? നമ്മുടെ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ കിട്ടിക്കൊണ്ടിരിക്കുവാണ്. ഇനിയും 2-3 ദിവസമൊക്കെ മഴ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായിരുന്നാലും ബി സേഫ്, എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. കാര്യം മഴയത്ത് ഒരുപാട് ആക്സിഡൻ്റൽ കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തയിലൂടെയൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടവും തോന്നുന്നുണ്ട്. നമ്മൾ മഴ ആസ്വദിക്കുന്ന അതേ വേവ് ലെങ്തിൽ തന്നെ വേറെ രീതിയിൽ ദുഃഖിക്കേണ്ട ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ അത് ഭയങ്കര സങ്കടകരമായിട്ട് ഫീൽ ചെയ്യണം കേട്ടോ. അതാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ഇവക്കുട്ടീനെ രാവിലെ ഉണർത്തി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവനെ ബ്രഷ് ചെയ്യിപ്പിക്കാനൊക്കെ പോവാണ്. മീൻവൈൽ ഞാൻ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. കാര്യം അമ്മാതിരി തണുപ്പാണ് വെള്ളത്തിന്. അത് കാരണം പാവമല്ലേ, അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുക. നമ്മൾ അമ്മമാരുടെ ഒരു പൊതു സ്വഭാവമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ അധികമായിട്ടുള്ള ഭക്ഷണം കുത്തിഞ്ഞെരുക്കി വെച്ച് കൊടുക്കുക എന്നുള്ളത്. ഞാൻ പലപ്പോഴും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. അവന് ആവശ്യമുള്ളത് കഴിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ചില നേരത്ത് ഉൾട്ട സംഭവിക്കാറുണ്ട് കേട്ടോ. കുറച്ച് കൂടുതലധികം കഴിക്കട്ടെ എന്നൊക്കെ കരുതി ഞാനും ഇങ്ങനെ കുത്തിഞ്ഞെരുക്കിയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാഡ് ഹാബിറ്റാണ്. കാര്യം അഡൽട്ട്സ് ആയിട്ടുള്ള നമുക്ക് പോലും ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് ഫുഡ് മതി എന്ന് പറയാൻ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. നമുക്കേ അറിയുള്ളൂ അവരുടെ വയറിൻ്റെ വലിപ്പം അല്ലെങ്കിൽ വിശപ്പിൻ്റെ അളവ് എന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും ബിഹേവ് ചെയ്യാറ്. ആക്ച്വലി ഇതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്.
അങ്ങനെ ദേ ഏകദേശം എല്ലാം ഒരുക്കി കുട്ടീനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുവാണ്. പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇവക്കുട്ടീനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ നേരെ മാർക്കറ്റിലൊന്ന് കയറി കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവക്കുട്ടി കുറേ ദിവസമായിട്ട് പറയുന്നു ചിക്കൻ വേണമെന്ന്. മാത്രമല്ല ഇപ്പോൾ നമുക്ക് മീനൊന്നും അധികം കിട്ടാനില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇച്ചിരി ചിക്കനും കപ്പയൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്ന് എനിക്കിഷ്ടപ്പെട്ടൊരു കോഫി ഇട്ട് കുടിക്കുകയാണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കേട്ടോ കോഫി കുടിക്കുന്നത്. അതാകുമ്പോൾ എനിക്കൊന്ന് ഒറ്റയ്ക്ക് മാറിയിരുന്ന് ആസ്വദിച്ചൊക്കെ ഫുഡ് കഴിക്കാനും കുടിക്കാനൊക്കെ പറ്റും. ഈ ഹറിബറിയായിട്ട് ഉള്ളതിൽ നിന്നൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ സമയമാണ് ഞാൻ ഇച്ചിരി നേരം ഒന്ന് ടി വി ഒക്കെ കാണുന്നത്. അപ്പോൾ അന്നേരം ഞാൻ കുറച്ച് നേരം ഇരുന്ന് ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ചാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അന്നത്തെ ദിവസം പോവുക. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയം അടുത്ത മഴ വന്നു. ഇത് പക്ഷേ അത്യാവശ്യം അടിപൊളി മഴയായിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റും ബഹളമൊക്കെ ആയിട്ട്. വീണ്ടും ഞാൻ ബാക്ക് ടു കിച്ചൺ തന്നെ വന്നു. ബിക്കോസ് ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ വാങ്ങിയിട്ട് വന്നതൊക്കെ ഒന്നിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. സിമ്പിൾ മാരിനേഷനാണ്. കുറച്ചൊക്കെ എടുത്ത് ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ച് കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. ബാക്കിയുള്ളതൊക്കെ കറിക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. വാങ്ങിയിട്ട് വന്ന കപ്പയൊക്കെ ഒന്ന് ഉടച്ച് അരപ്പിട്ടെടുക്കുവാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക? ചിലയിടത്ത് ചീനി എന്ന് പറയും, ചിലയിടത്ത് കപ്പ എന്ന് പറയും, ചിലയിടത്ത് മരച്ചിനി എന്ന് പറയും. ശരിക്കും ട്രിവാൻഡ്രത്ത് പറയുന്നത് മരച്ചിനി എന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ശരിക്കും മരച്ചിനി എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാടുകളിൽ എന്താണ് കപ്പേനെ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കുക്കറിൽ വേഗം തന്നെ ഒരു ചിക്കൻ കറി ആക്കുവാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര മടിയാണ്. ഇപ്പം ഇനി ചിക്കൻ അല്ല ഇനി എന്ത് തന്നെ ആയാലും എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിട്ടുള്ള ദിവസങ്ങളുണ്ട്. അങ്ങനെ ഒരു ദിവസം തന്നെയാണ് കേട്ടോ ഇന്നും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയായ കാരണം ഞാൻ കുക്കറിലാണ് വേഗം ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയത്. എത്ര നോൺ വെജ് ഉണ്ടെങ്കിലും സൈഡായിട്ട് എന്തെങ്കിലും ഒരു വെജ് കറി ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിക്കൻ എന്തായിന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നതാണ്. പക്ഷേ അത് തുറക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ തട്ടൊക്കെ കൊടുത്താട്ടോ ഞാനത് പതിയെ ഓപ്പൺ ചെയ്തെടുത്തത്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒന്ന് അടുപ്പത്ത് തന്നെ ഇങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് കുറുകി വരും. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് കറി ആയി വരുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് പക്ഷേ ഒരു പീസും ഇച്ചിരി ഗ്രേവിയും കൂടി ഞാൻ എടുത്തിട്ട് പോവാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇതെനിക്ക് ഈ സ്വഭാവം എനിക്ക് കിട്ടിയത് എൻ്റെ ഹസ്ബൻഡിൽ നിന്നാണ് കേട്ടോ. ചാച്ചു പൊതുവേ ഞാൻ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ വെക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഒരു പീസും ചാറും കൂടി എടുത്തിട്ട് പോയിരുന്നു ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കും. ആ ഒരു പതിവുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോയി ഫ്രഷായി കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. വന്നിട്ട് ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇതാണ് എൻ്റെ ലഞ്ച്. അങ്ങനെ കുറച്ച് നേരം ആസ്വദിച്ച് ചോറ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. ഈ ചോറ് കഴിക്കാനിരിക്കുമ്പോഴൊക്കെയാണ് ഞാൻ ഇച്ചിരി നേരം ടി വി കാണുക.
അപ്പോൾ അന്നേരം ഞാൻ ഏതെങ്കിലും ഒരു മൂവി പ്ലേ ചെയ്തിട്ട് ഞാനിരുന്ന് കഴിക്കാറാണ് പതിവ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇന്ന് ഞാൻ കാണുന്നത് ഹൗ ഓൾഡ് ആർ യു ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കണ്ടു. അങ്ങനെ കുറച്ച് നേരത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കുറച്ച് നേരം ചെടികളൊക്കെ ആയിട്ട് സമയം ചിലവഴിക്കുകയാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെടികളൊക്കെ പരിപാലിച്ച് നടക്കാനായിട്ട്. നമ്മൾ മൈൻഡ് പെട്ടെന്നൊന്ന് റിലാക്സ്ഡ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഗ്രോത്ത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷവും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ മെയിൻ ഹോബി. ഇതിലും കൂടുതൽ ചെടികളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതെല്ലാം പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് അകത്തുള്ള പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പെട്ടെന്ന് ഫിനിഷ് ചെയ്യുകയാണ്. ഇവക്കുട്ടീനെ വിളിക്കാൻ പോകാനായിട്ട് സമയമായിട്ടുണ്ട്. അങ്ങനെ യുവക്കുട്ടി ഇതേ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇച്ചിരി മൂഡ് ഓഫ് ആണ് ആൾ, അതുകൊണ്ട് ക്യാമറയിൽ ഫേസ് ഒന്നും തരുന്നില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.